ആഗോളതലത്തിൽ യഹൂദ യുവാക്കളെ ബോധവൽക്കരിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകത ഉയരുകയാണ്. അമേരിക്കയിലെ ജൂത കൗമാരക്കാർക്കിടയിൽ ഇസ്രയേലിനോടുള്ള എതിർപ്പ് വർദ്ധിച്ചു വരുന്നതായി മന്ത്രാലയം നടത്തിയ ഒരു സർവേ റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുന്നു. ജൂതമത വിശ്വാസികളിലെ പുത്തൻ തലമുറയിൽ നിരവധി പേർ ഗാസയിലെ കൂട്ടക്കൊലയും വിമർശിച്ചും ഹമാസിനോട് അനുഭാവം പ്രകടിപ്പിച്ചും സർവേയിൽ പ്രതികരിച്ചിട്ടുണ്ട്. 14 വയസ്സുള്ളവരിൽ 60% പേരും ഹമാസിനോട് അനുഭാവമുള്ളവരാണ്. എന്നാൽ ഈ കണക്ക് 18 വയസ്സുള്ളവരിലേക്ക് എത്തുമ്പോൾ വെറും 10% കുറഞ്ഞു. യുഎസിലെ ജൂത കുട്ടികൾക്കിടയിൽ കാര്യമായ ശ്രദ്ധ ചെലുത്തണമെന്ന് ഇസ്രായേൽ പ്രവാസികാര്യമന്ത്രി അമിച്ചി ചിക്ലി ആഹ്വാനവും ചെയ്തു. പ്രവാസി ലോകത്തെയും ഇസ്രയേലിലെയും ജൂത കൗമാരക്കാർ തമ്മിലുള്ള ബന്ധം ദൃഢമാക്കേണ്ടത് ഏറെ പ്രധാനമാണ്. മറ്റു രാജ്യങ്ങളിലെ 94% ജൂത കൗമാരക്കാരും ഇസ്രയേലുമായി ബന്ധം പുലർത്തുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. എന്നാൽ ആഗോളതലത്തിൽ യഹൂദ യുവാക്കളെ ബോധവൽക്കരിക്കുന്നതും പിന്തുണയ്ക്കുന്നതും തുടരണം എന്നാണ് ഈ സർവേകൾ കാണിക്കുന്നത്. ഇസ്രയേൽ സർക്കാരിന്റെ ഡയസ്പോറ അഫയേഴ്സ് ആൻഡ് കോംബാറ്റിംഗ് ആന്റിസെമിറ്റിസം മന്ത്രാലയം മൊസൈക് യുണൈറ്റഡുമായി ചേർന്ന് വിവിധ രാജ്യങ്ങളിലെ ജൂത കൗമാരക്കാർക്കിടയിൽ ഒരു സർവേ നടത്തി. ആ സർവേയിലാണ് ഇക്കാര്യം കണ്ടെത്തിയത്. മറ്റു രാജ്യങ്ങളിലെ സമപ്രായക്കാരെ കമ്പയർ ചെയ്തു നോക്കുമ്പോൾ അമേരിക്കയിലെ ജൂത കൗമാരക്കാർ ഇസ്രയേലിനെ കുറിച്ച് വിമർശനാത്മകമായ വീക്ഷണങ്ങൾ പുലർത്തുന്നു എന്നും ഹമാസിനോട് അനുഭാവം പ്രകടിപ്പിക്കുന്നു എന്നുമാണ് റിപ്പോർട്ടിൽ വെളിപ്പെടുന്നത്. സർവേ ഫലം അനുസരിച്ച് അമേരിക്കൻ ജൂത കൗമാരക്കാരിൽ 37% പേർ ഹമാസിനോട് അനുഭാവം പ്രകടിപ്പിക്കുന്നതായി ഇസ്രയേൽ മാധ്യമമായ ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. അതിൽ തന്നെ 14 വയസ്സുള്ളവരിൽ 60% പേരും ഹമാസിനോട് അനുഭാവം പ്രകടിപ്പിക്കുന്നുണ്ട്. അതേസമയം ആഗോളതലത്തിൽ 7% ജൂത കൗമാരക്കാരാണ് ഹമാസിനോട് അനുഭാവം പുലർത്തുന്നത്. ഇസ്രയേൽ ഗസയിൽ വംശഹത്യ നടത്തുകയാണ് എന്ന് 42% US ജൂത കൗമാരക്കാരും വിശ്വസിക്കുന്നതായും സർവേയിൽ കണ്ടെത്തി. 9% ജൂത കുട്ടികളാണ് അന്താരാഷ്ട്ര തലത്തിൽ ഇക്കാര്യം അംഗീകരിക്കുന്നത്. വ്യത്യസ്ത സാംസ്കാരിക സാമൂഹിക വിദ്യാഭ്യാസ സാഹചര്യങ്ങളാൽ സ്വാധീനിക്കപ്പെട്ടതാണ് അമേരിക്കൻ ജൂത കൗമാരക്കാർക്കിടയിൽ ഇസ്രയേലിനോടുള്ള എതിർപ്പുയരാൻ കാരണമെന്നും ഇത് ആശങ്ക ഉണ്ടാക്കുന്നതാണ് എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ശക്തമായ ജൂതമത വിദ്യാഭ്യാസ പശ്ചാത്തലമുള്ളവരിൽ പോലും 6% പേർ ഹമാസിനോട് അനുഭാവം പുലർത്തുന്നുണ്ട്. അതേസമയം ജൂതമത ക്യാമ്പുകളിലോ ഡേ സ്കൂളുകളിലോ സപ്ലിമെന്ററി സ്കൂളുകളിലോ പങ്കെടുക്കുന്നവരും ഇസ്രയേലികളുമായി വ്യക്തിപരമായി ഇടപഴകുന്നവരുമായ വിദേശ രാജ്യങ്ങളിലെ ജൂത കൗമാരക്കാർക്കിടയിൽ ഇസ്രയേൽ വിരുദ്ധ വീക്ഷണങ്ങൾ പുലർത്താനുള്ള സാധ്യത താരതമ്യേന കുറവാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. യഹൂദരുടെ വിദ്യാഭ്യാസ ഇടപെടലും ഇസ്രയേലിനോടുള്ള മനോഭാവവും തമ്മിൽ ബന്ധമുണ്ട് എന്നും സർവേ ചൂണ്ടിക്കാട്ടുന്നു. പ്രവാസികാര്യമന്ത്രി അമിച്ചി ചിക്ലി വിടവുകൾ നികത്താനുള്ള ശ്രമങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പ്രവാസ ലോകത്തെയും ഇസ്രയേലും ജൂത കൗമാരക്കാർ തമ്മിലുള്ള ബന്ധം ദൃഢമാക്കണം. 94% ജൂത കൗമാരക്കാർക്കും ഇസ്രയേലുമായി ഒരു ബന്ധം ഉണ്ടാകണം. എന്നാൽ ഈ കണ്ടെത്തലുകൾ കാണിക്കുന്നത് ആഗോളതലത്തിൽ യഹൂദ യുവാക്കളെ ബോധവൽക്കരിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നത് അത്യന്താപേക്ഷിതമാണ് എന്നതാണ്. മൊസൈക് യുണൈറ്റഡിലെ മൊസൈക് ടീൻസിന്റെ ഡയറക്ടറായ അലന എബിൻ നടപടിയുടെ അടിയന്തര ആവശ്യം ഊന്നിപ്പറയുകയുണ്ടായി. സമ്പന്നമായ ജൂത പശ്ചാത്തലമുള്ളവർ ഇസ്രയേൽ വിരുദ്ധ വികാരങ്ങൾക്കും തെറ്റായ വിവരങ്ങൾക്കുമെതിരെ കൂടുതൽ പ്രതിരോധം കാണിക്കുന്നു. ഈ സർവേ അർത്ഥവത്തായ ജൂത പ്രോഗ്രാമിംഗിന്റെയും അനുഭവങ്ങളുടെയും നിർണായകമായ പങ്ക് കാണിക്കുകയാണ്. പ്രവണതകളെ സർവേ പ്രതിഫലിപ്പിക്കുന്നുണ്ടെങ്കിലും 94% ജൂത കൗമാരക്കാർ റിപ്പോർട്ട് ചെയ്ത ഇസ്രയേലുമായുള്ള വൈകാരിക ബന്ധങ്ങൾ അത് വിദ്യാഭ്യാസ ശ്രമങ്ങളിലൂടെ ആഴത്തിലുള്ള ബന്ധങ്ങൾ വളർത്തിയെടുക്കുന്നതിനുള്ള സാധ്യതയെ എടുത്തു കാണിക്കുന്നു. അതേസമയം ഗാസയിൽ അവശേഷിക്കുന്ന ആശുപത്രികളുടെ പ്രവർത്തനം 48 മണിക്കൂറിനുള്ളിൽ പൂർണ്ണമായും നിലയ്ക്കുമെന്നാണ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. 2 ദിവസം പ്രവർത്തിക്കാനുള്ള ഇന്ധനം മാത്രമേ ആശുപത്രികളിൽ അവശേഷിക്കുന്നുള്ളൂ. വടക്കൻ ഗാസയിലെ പ്രധാന ആശുപത്രിയായ കമാൽ അദ്വാനിൽ ഓക്സിജൻ വിതരണം നിലച്ചതും പ്രതിസന്ധിക്ക് ഇടയാക്കി. ഗാസയിലാകെ കടുത്ത ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ. റഫയിൽ 5 പേരും ഖാൻ യൂനിസിൽ 8 പേരും കൊല്ലപ്പെട്ടു. ഗാസയിൽ ആകെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 44,056 ഉയർന്നു. തെക്കൻ ലെബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 5 ആരോഗ്യ പ്രവർത്തകർ കൊല്ലപ്പെട്ടു. ബെയ്റൂട്ടിലും കനത്ത ആക്രമണം തുടരുകയാണ്. ഇസ്രയേലിൽ വ്യോമസേനയുടെ പരിശീലന കേന്ദ്രമായ ഹൈഫ ടെക്നിക്കൽ ബേസ് ആക്രമിച്ചതായി ഹിസ്ബുള്ള അവകാശപ്പെടുകയും ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക് കർമാനസ്.